നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയായി രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ആസ്ഥാനമായാണ് കഴിഞ്ഞ ദിവസം നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. 2021 കേന്ദ്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും അമിത്ഷാ അതിന്റെ മന്ത്രിയാവുകയും ചെയ്തത് ഇത് ലക്ഷ്യം വെച്ചാണ്. ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും RSSന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതിന്ദ്ര മേത്തയാണ് NUC FDCയുടെ ചെയർമാൻ. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ട്. സംസ്ഥാന സർക്കാരിന് അതിശക്തമായ എതിർപ്പുണ്ട്. അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. കേരള ബാങ്കിന് ഭീഷണിയാകുമെന്നാണ് ആശങ്ക. സഹകരണ മേഖല സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മറികടക്കാൻ 2 UPA സർക്കാർ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന അനുമതി കൊടുത്തു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോഴത്തെ നീക്കം. കരുവന്നൂർ തട്ടിപ്പ് പോലുള്ള സംഭവങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കുകയും നബാർഡും റിസർവ് ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള കേന്ദ്ര അർബൻ ബാങ്കുകൾ എത്തുന്നത്. കേന്ദ്രത്തിന്റെ പിൻബലമുള്ളതിനാൽ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ നൽകാനാകും. താങ്ങാവുന്ന പലിശയ്ക്ക് വായ്പ ലഭ്യമാകും. നിക്ഷേപത്തിനും ആനുകൂല്യം മികച്ചതായിരിക്കും. ഒന്ന്, ATM, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് ക്ലിയറിംഗ് സംവിധാനം, NSL അതായത് നിയമപരമായ ലിക്വിഡിറ്റി റേഷ്യോ പരിധി തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടെയാണ് കേന്ദ്രം അർബൻ സഹകരണ ബാങ്കുകൾ തുറക്കുന്നത്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുകളാണിത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരമൊരു സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ പൂർത്തിയായതായി NUCFDC ചെയർമാൻ ജ്യോതിന്ദ്ര മേത്ത പറഞ്ഞത്. രാജ്യത്തുടനീളമുള്ള 11,000 ശാഖകളോടെ 1500-ലധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാനത്തിന് വിനയായേക്കുമെന്ന് കേരളം മുൻപേ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത്. നിലവിൽ കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന കൊള്ളകളെ കുറിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കരുവന്നൂരും അതുപോലെ തന്നെ കണ്ടലയിലും അടക്കം കോടികളാണ് നിക്ഷേപകരെ തട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിന്റെ ഉന്നതാധികാര കസേരയിൽ ഇരിക്കുന്നവർ സ്വന്തമാക്കിയിട്ടുള്ളത്. വലിയ രീതിയിൽ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പണമാണ് ഇത്തരത്തിൽ ഇതിന്റെ ഉന്നത അധികാരികളായിരിക്കുന്ന ഒരുപാട് പാർട്ടി ബന്ധമുള്ള ആളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനെതിരെ EDയുടെ അന്വേഷണം അടക്കം ശക്തമായി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ആശങ്ക ഉയരുക തന്നെ ചെയ്യും.